ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായിരുന്ന അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും അധിക കാലം വർഷങ്ങളോളം ഭരണം നടത്തിയത്. എന്നാൽ ഓരോ കാലഘട്ടം കഴിയുന്തോറും കോൺഗ്രസിന് തുടർച്ചയായ വിജയങ്ങളും മുന്നോട്ട് പോക്കും വികസനവുമെല്ലാമാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞതോടുകൂടി തന്നെ വലിയ തോതിലുള്ള മാറ്റം കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ വലിയ തോതിൽ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതായത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ മക്കളും ബന്ധുക്കളും എല്ലാം കോൺഗ്രസിലേക്ക് നിന്നും BJP-യിലേക്ക് എല്ലാം ഒഴുകുന്നതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടുള്ള പുതിയ 2 വാർത്തകളാണ് ഈ ആഴ്ചകളിൽ പ്രധാനമായിട്ടും രംഗത്ത് വന്നത്. അതായത് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ചത്തെ വാർത്താ വിവാദങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തുടക്കമിട്ടത്. ഇതിൻ്റെ വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയതും അദ്ദേഹമായിരുന്നു. ഈ പ്രതികരണത്തിൽ നിന്നും കൈകഴുകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP BJP-യിൽ ചേരാൻ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്ത പല ദേശീയ മാധ്യമങ്ങളിലടക്കം വന്നത്. ഇതോടെ ആകെ കുഴുക്കിലായിരിക്കുകയാണ് ശരിക്കും കോൺഗ്രസ്. പക്ഷേ AICC-യുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഈ വാർത്തകളോട് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതായത് ഈ 2 വിഷയങ്ങളിലും AICC നേതൃത്വം നൽകുന്ന പ്രതികരണം എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് വളരെ താല്പര്യമുണ്ടെന്ന് റഹീം MP ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിലടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഈ റഹീം ഈ പറഞ്ഞ പ്രതികരണം ആരാഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് എന്ന റിപ്പോർട്ട് യാദൃച്ഛികം അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം മുൻ മുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾ തന്നെ പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും എല്ലാം BJP-യിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. ഇത് തികച്ചും യാദൃച്ഛികമല്ല എന്ന് വേണം വ്യക്തമായി തന്നെ കാണാൻ. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുമ്പേ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ ഈ പുതിയ വരുന്ന ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നാളുകളായിട്ട് നടക്കുന്ന ഡിസ്കഷൻ്റെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത അവസാന ലാപ്പിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാത്ത കാര്യമല്ല എന്നും വലിയ തോതിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. മുൻപ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJP-യിൽ ചേർന്നപ്പോൾ ആദ്യം നമ്മളൊന്ന് ആശങ്കപ്പെട്ടു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, കോൺഗ്രസിൽ ഇത്രയും മുതിർന്ന നേതാക്കളെല്ലാം BJP-യിലേക്ക് പോകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു പൊതു പ്രവണതയായി തന്നെ ശരിക്കും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. KPCC അധ്യക്ഷൻ അടക്കം ഇത്തരത്തിലുള്ള നിലപാട് പരസ്യമാക്കിയതാണ്. അതായത് K സുധാകരൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ നിലപാടുകൾ ഇത് വലിയ തോതിൽ പരസ്യമായ രഹസ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം RSS-മായിട്ടുള്ള ബന്ധം, BJP നേതാക്കളുമായിട്ടുള്ള ബന്ധം, VD സതീശൻ പ്രതിപക്ഷ നേതാവും RSS കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ RSS പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ VD സതീശൻ അടക്കമുള്ളവർ അതിൻ്റെ ഉദ്ഘാടകരായി എത്തുന്നു. അതുപോലെ ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പാളയത്തിൽ ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും RSS-നോട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസ് നേതൃത്വം വേണ്ട ജാഗ്രത പുലർത്തും എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയെങ്കിൽ ഇപ്പോൾ ഒരു ജാഗ്രതയില്ല. അതിനുള്ള തെളിവാണ് ഈ പറയുന്ന AICC-യുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ കലുഷിതമായ ഒരു വിഷയം വന്നിട്ട് പോലും യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകാത്തത് ഇതിൻ്റെ നഗ്നമായ തെളിവുകളാണ്.